പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ആരാധനയുടെ ദിവസം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവവചനവുമായി ഹല്ലേലൂയ നിൽക്കുവാൻ സ്വർഗീയ പിതാവ് എൻ്റെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവവചനത്തിൽ നിന്ന്, അതായത് സങ്കീർത്തനം ഞാൻ സംസാരിച്ചിട്ടുണ്ട് എങ്കിലും ദൈവവചനത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് സംസാരിക്കുവാൻ വേണ്ടി ദൈവപാദപീഠത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം, പോരായ്മകൾ ഉണ്ടായിരിക്കാം. ദൈവമക്കൾ ഹല്ലേലൂയ അത് ദൈവനാമത്തിൽ ക്ഷമിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ചിന്താവിഷയത്തിന് വേണ്ടി 2 കാര്യങ്ങളാണ് ഞാൻ ഹല്ലേലൂയ എടുക്കുവാനായിട്ട് ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നോട് പ്രിയ ജോണിച്ചാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ബിനു ബ്രദർ സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ജോണിച്ചാൻ എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്, എങ്കിലും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കൊരു വിഷയം തരണമേ, ഒരു വിഷയം. ഞാൻ എന്താണ് ഹല്ലേലൂയ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, എന്നേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഹല്ലേലൂയ എനിക്ക് വളരെ പേടിയാണ്, എനിക്ക് വലിയൊരു ഭയമാണ് ഈ വചനം. കാരണം ഈ വചനം വെറുതെ സംസാരിക്കുവാൻ ഒരിക്കലും ഇടയാകരുത്. ഹല്ലേലൂയ ഈ വചനം തീയാണ്. ഈ വചനത്തിൽ പല അർത്ഥങ്ങളുണ്ട്. ഹല്ലേലൂയ അത് നമ്മുടെ ഹൃദയങ്ങളെ ചിന്തിപ്പിക്കുവാനും ചില ഭാരത്തോടെ നിൽക്കുന്ന സമയങ്ങളിൽ ആശ്വാസമൊക്കെ തരുന്നതായ വചനമാണ്. അപ്പോൾ അത് വെറുതെ വന്ന് സംസാരിച്ചവനെ പോലെ പോകുവാനല്ല, ദൈവത്തിൻ്റെ വചനം നമ്മളോട് സ്പഷ്ടമായി ഇടപെടുവാൻ ഇടയാകണം. അതിനുവേണ്ടി ഞാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കും. ദൈവമക്കളെ, നിങ്ങളും പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ വേണ്ടി ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് കൂടുതലായിട്ടൊന്നും ഞാൻ അല്ലെങ്കിൽ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു ചെറിയൊരു ചിന്താവിഷയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഹൂ യു ആർ, നിങ്ങൾ ആരാണ്. രണ്ടാമത്തെ വിഷയം, യു നോ ഹൂ യുവർ ഗോഡ്. ഈ 2 വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഹല്ലേലൂയ ദൈവവചനത്തിൽ നിന്ന് സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി നമുക്ക് ചെറിയൊരു വാക്യം വായിച്ചു കൊള്ളാം. ഹൂ യു ആർ. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നു തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ് ഈ വാക്യം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേക ഹല്ലേലൂയ ഈ വാക്യങ്ങൾ മാത്രമല്ല, പല വാക്യങ്ങളുണ്ട്. ഹല്ലേലൂയ നാം ആരാന്ന് തെളിയിക്കപ്പെടുന്നതായ പല വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ, വിശുദ്ധ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേക ഇന്നത്തെ ചിന്ത, ഹൂ യു ആർ, നമ്മൾ ആരാണെന്ന് ഈ ദിവസങ്ങളിൽ നാം തീർച്ചയായും അറിയുന്നത് ഏറ്റവും നല്ലതായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതായ ഒരു ചിന്തയുണ്ട്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഉന്നതമായ ഒരു വിളിയാണ്, വലിയൊരു വിളിയാണ്. സ്വർഗത്തിലെ പിതാവായ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അതായത് നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, സ്വർഗത്തിലെ പിതാവായ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ ഇപ്പോഴല്ല, ഹല്ലേലൂയ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉളവാകുന്നതിന് മുന്നേ, ഹല്ലേലൂയ ലോക സ്ഥാപനത്തിന് മുന്നേ തിരഞ്ഞെടുത്തതായ ഒരു ദൈവം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ പാട്ടുകാരൻ ഹല്ലേലൂയ ഇങ്ങനൊരു ഹല്ലേലൂയ പാടുന്നുണ്ട്, ഹല്ലേലൂയ തേടി വന്നു ദോഷിയാം എന്നെയും നാഥ. ആ പാട്ടിൻ്റെ 2 ഈരടികളിൽ പാടുമ്പോൾ തന്നെ നമുക്കറിയാം, തേടി വന്നു ദോഷിയാം എന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും നാഥ, ഇത്രമാം സ്നേഹം ഉയർകൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയർകൊടുത്തെനിക്കായി, മന്നവാണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവാണിപ്പാനെഴുതല്ല എനിക്ക്. സമയമില്ലാത്തതൊന്നും പാടുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ തേടി വന്ന ദോഷിയായ നമ്മളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ദൈവം
തേടി വന്നതാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ അതൊരിക്കലും മറന്നു പോകുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ഞാൻ ചില സമയങ്ങളിൽ ചിന്തിക്കാറുണ്ട്, ഹല്ലേലൂയ, പിതാവായ ദൈവം, ഹല്ലേലൂയ, നമ്മൾ ബൈബിളിൽ കൂടുതലായിട്ട് പഴയ കാര്യങ്ങളൊന്നും ഹല്ലേലൂയ കൂടുതലായിട്ട് വിപുലീകരിച്ച് പറയുന്നില്ല. അല്ലെങ്കിൽ നമുക്കറിയാം പിതാവായ ദൈവം ഹല്ലേലൂയ ദൂതഗണത്തെയൊക്കെ സൃഷ്ടിച്ചു, സറാഫുകളെ ഗർഭികളൊക്കെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആ സമയത്ത് ഹല്ലേലൂയ ലൂസിഫറിൻ്റെ ഹൃദയത്തിൽ എന്തോ ഉണ്ടായി, നിഗളമുണ്ടായി. നിഗളം ഉണ്ടായപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവനെ തള്ളി ഭൂമിയിലേക്ക് അതിൽ അധമ പാതാളത്തേക്ക് അവനെ വെട്ടി ഇടുകയാണ് ദൈവം ചെയ്തത്. അപ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ദൈവത്തിന് വളരെ പ്രയാസമുണ്ടായിരിക്കാം. കാര്യം എന്തെന്ന് വെച്ചാൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിപ്പ് ദൈവത്തെ എതിർത്ത് നിൽക്കുമ്പോൾ ദൈവത്തിന് അത് വളരെ പ്രയാസമുണ്ടായി. എന്നാൽ ദൈവം എന്തിനാ മനുഷ്യ സൃഷ്ടിയെ സൃഷ്ടിച്ചത്? എന്തിനാ? അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയാണ് ആദാമിനെയും ഹവ്വയും ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ ദൈവം അവരെ സൃഷ്ടിക്കാൻ നേരത്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായ എല്ലാ നന്മയും ഭൂമിയിൽ അല്ലെങ്കിൽ ദൈവം അവർക്ക് കൊടുത്തിട്ടാണ് ദൈവം എന്ത് ചെയ്തു? ആദാമിനെയും ഹവ്വയും ഈ ലോകത്തിൽ സൃഷ്ടിച്ചത്. നമുക്കറിയാം, ഈ കഥകളൊക്കെ അറിയാവുന്ന കാര്യം. ഞാൻ വേഗത്തിൽ പോവുകയാണ്. ഹല്ലേലൂയ. അവരെന്ത് ചെയ്തു? നന്മ തിന്മകളെക്കുറിച്ച് ഹല്ലേലൂയ അറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് ദൈവം എന്തോ ചെയ്തു? അവരോട് പറഞ്ഞു. എന്നാൽ അവരെന്തോ ചെയ്തു? അവർ ഹല്ലേലൂയ നന്മ തിന്മകളെക്കുറിച്ച് അറിയുന്ന ഫലം അവർ കഴിച്ചു. പ്രൈസ് ദി ലോർഡ്. സാത്താൻ പാമ്പെന്ന രൂപത്തിൽ വന്ന് അവരെ കളിപ്പിച്ചു. നിങ്ങൾ ചിന്തിക്കണം, പഴയ കാലം നോക്കുമ്പോൾ സാത്താൻ എന്തോ ചിന്തിച്ചേ? ദൈവത്തെ പോലെ ആയിത്തീരാമെന്ന് സാത്താൻ ചിന്തിച്ചപ്പോൾ സാത്താനെ അവിടെ നിന്ന് എന്ത് ചെയ്തു? ദൈവം പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആദാമും ഹവ്വയും ദൈവം ശ്രേഷ്ഠകരമായാണ് സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളാലും അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു തേജസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപ അവർ സത്യം പറഞ്ഞാൽ ദൈവത്തെ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, അവർ ദൈവത്തോടു കൂടെ ആയിരുന്നു, ദൈവത്തെ അവർ ദർശിച്ചു. ഇത്രമാത്രം ഭാഗ്യമുള്ള അല്ലെങ്കിൽ പിതാവും മാതാവുമായിരുന്നു ആര്? ആദാവും ഹവ്വയും. എന്നാൽ അവർ വരെ അവരുടെ ഹൃദയത്തിൽ എന്തോ ചെയ്തു? എങ്ങനെ അവരെ തെറ്റിച്ച് കളഞ്ഞത്? നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ദൈവമക്കളെ, ഈ യുഗത്തിൽ നമ്മൾ ഒരിക്കലും നിഗളിക്കുവാൻ ഒരിക്കലും ഇടവരുത്. ദൈവമക്കളുടെ ഏറ്റവും ആവശ്യം, ദൈവം നമുക്കൊരു നന്മ തന്നാൽ, ദൈവം നമുക്കൊരു വിടുതൽ തന്നാൽ, എപ്പോഴും ദൈവസന്നിധിയിൽ കർത്താവേ, ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ലായിരുന്നു, ഒരു ശ്രേഷ്ഠതയും. സത്യം പറഞ്ഞാൽ നാം ഒന്ന് ചിന്തിക്കണം. നാം ഈ ദിവസങ്ങളിൽ വളരെയധികം പ്രാർത്ഥിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നാം ആരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളോ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ മക്കളെങ്കിൽ നാം എന്തോ ചെയ്തു? അവകാശികളാണ്. അപ്പോൾ ആ അവകാശം ഇവിടെയല്ല, ഈ ലോക ജീവിതത്തിലെ അവകാശം നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഈ ലോക ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം തന്നെ സ്പഷ്ടമായി ഹല്ലേലൂയ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ കഷ്ടവും പ്രയാസവും ദുഃഖവും ഭാരവും ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ വാതിൽ ഇടുക്കോ ഞെരുക്കമുള്ളതാണ്. എന്നാൽ ഹല്ലേലൂയ നരകവാതിൽ വിശാലതയുള്ള വാതിലാണ്. എന്നാൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നാം ഹല്ലേലൂയ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. കർത്താവ് എന്തുകൊണ്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തത്? ഹല്ലേലൂയ എത്ര ജനങ്ങളുണ്ട്, എനിക്കിപ്പോഴും ഓർക്കുന്നു, ഹല്ലേലൂയ എൻ്റെ പപ്പായോ മമ്മിയോ എൻ്റെ സഹോദരങ്ങളോ ഒന്നും കർത്താവിനെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ മധ്യത്തിൽ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ കർത്താവ് എത്രമാത്രം ഹല്ലേലൂയ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. പിതാവായ ദൈവം എത്രമാത്രം നമ്മളെ കരുതുന്നുണ്ട്. ദൈവം നമ്മളെ ഒരിക്കലും ഹല്ലേലൂയ കൈവിടത്തില്ല. അവൻ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ചില ദുഃഖങ്ങൾ ഹല്ലേലൂയ ഇപ്പോൾ നമ്മൾ ഹല്ലേലൂയ ഈ സമയത്ത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഹല്ലേലൂയ നമുക്ക് ചില ദുഃഖങ്ങളൊക്കെ കാണാം. നമ്മൾ ചിലപ്പം പൊതുവേ പറഞ്ഞിട്ടില്ലായിരിക്കാം. ഇപ്പോൾ ചേച്ചിക്ക് ശാരീരികമായ ബലഹീനതയുണ്ട്, ഞങ്ങളുടെ ജോലിയുടേതായ കാര്യങ്ങൾ, ജീവൻ ബ്രദറെ, ഇതൊക്കെ ഓരോരോ വിഷയങ്ങളുണ്ട്. എന്നാൽ കർത്താവായ ദൈവം ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇതൊക്കെ വരുമ്പോൾ നാം ചിന്തിച്ചോണം, ദൈവത്തിന് നമ്മളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സംസാരിക്കുവാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ അല്ലെങ്കിൽ ദുഃഖങ്ങളോ അല്ലെങ്കിൽ ഈ പ്രയാസഘട്ടങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ഒരിക്കലും മറുതലിച്ച് നിൽക്കുവാനല്ല സ്വർഗം ആഗ്രഹിക്കുക. കാരണം എന്തോ എൻ്റെ അപ്പൻ എന്തോ നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടി ഈ ദിവസങ്ങളിലുണ്ട്. അതിനുവേണ്ടിയാണ്. അത് നമ്മൾ തീർച്ചയായും അത് തിരിച്ചറിയണം. കാരണം
അല്ലെങ്കിൽ ഈ ലോകത്തിൽ, കാരണം ഇനി നാളുകളേറെ ഇല്ല, ദൈവത്തിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. സത്യം പറഞ്ഞാൽ ഈ സഭയുടെ അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്ന ദൈവമാണ്. എങ്കിലും അല്ലെങ്കിൽ ഈ സഭയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ വിചാരിക്കുന്ന പോലല്ല. ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ദൈവമക്കളെ രാത്രിയുടെ യാമങ്ങളിലൊക്കെ അല്ലെങ്കിൽ ദൈവമക്കളെ നമ്മളൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം. കാരണം ഈ സഭയ്ക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ഒരു വിടുതൽ നമ്മളിലൂടെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. എന്തെന്നറിയത്തില്ല, ഞാൻ 2-3 ദിവസം സത്യം പറഞ്ഞാൽ എൻ്റെ സ്വഭാവം വെച്ച് ഇങ്ങനെ അർപ്പണയുടെ ഈ വിഷയം വന്നപ്പോൾ ഞാൻ കരഞ്ഞ് നിലവിളിക്കേണ്ട വ്യക്തിയാണ്. ഞാൻ കരഞ്ഞിട്ടില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല, കരഞ്ഞ് നിലവിളിക്കേണ്ട ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ സത്യം പറഞ്ഞാൽ ഞാൻ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഫാസ്റ്റിംഗ് ആയിട്ടിരിക്കുന്നത്. എൻ്റെ മിടുക്കൊണ്ടൊന്നുമല്ല, എനിക്ക് വിശപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോഴും എനിക്ക് വിശപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ്, വലിയൊരു ആനന്ദമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടെ ദൈവത്തിൻ്റെ ഈ ദിവസങ്ങളിൽ എൻ്റെ സ്വർഗ്ഗത്തിലെ പിതാവായ ദൈവം എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഓരോരുത്തരെയും അങ്ങനെ തന്നെയാണ്. നാം ഒരിക്കലും വിചാരിക്കില്ല ഈ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇതൊക്കെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരു തുള്ളി കണ്ണുനീര് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ നമ്മളും മുടക്കിയാൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം, ആരും അറിയാതായാലും നമ്മൾ ഒരു തുള്ളി കണ്ണുനീര് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുടക്കിയാൽ അതിന് ഇരട്ടിയായി പ്രതിഫലം തീർച്ചയായും ദൈവം തരുന്നു. അല്ലെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ഞാൻ നിൽക്കുമ്പോൾ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം, ഈ ദിവസങ്ങളിൽ കർത്താവ് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ രാത്രിയുടെ യാമങ്ങൾ ദയവ് ചെയ്ത് ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നത്, ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുക്കത്തോടെ ആയിരിക്കാനാണ് ദൈവം കൂടുതലായി പറയുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ദൈവം പറയുന്നു അല്ലെങ്കിൽ നമ്മളെയൊക്കെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ ചെറിയ പ്രയാസങ്ങൾ. ഇത് സത്യം പറഞ്ഞാൽ ഇത് ചെറിയ പ്രയാസമാണ്. ദൈവമക്കളെ, ആദിമ പിതാക്കന്മാർ ഈ ലോകത്തിൽ അനുഭവിച്ച കഷ്ടവും പ്രയാസവും നോക്കിയാൽ ഇതെന്തോ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എത്ര ഭാഗ്യവാന്മാരാണ്. നാം എല്ലാവരും എത്രയോ ഭാഗ്യവാന്മാരാണ്. പ്രത്യേകം ഞങ്ങൾ ഈ UK വന്നു, നമ്മളെല്ലാം UK വന്നു. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചതാണോ UK വരുമെന്നൊക്കെ? ഒരിക്കലുമല്ല. എൻ്റെ ദൈവത്തിൻ്റെ കരുണയാണ് കർത്താവ്. അല്ലെങ്കിൽ ആ കരുണ സത്യം പറഞ്ഞാൽ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ മറന്നു പോകും. മനുഷ്യ ജീവിതം അങ്ങനെയാണ്. നമ്മൾ നന്ദി ഉള്ളവരാണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥമായി ഇന്നും എനിക്ക് ഹൃദയത്തിൽ തൊട്ട് പറയാൻ കഴിയും, ഞാൻ അത്ര വലിയ നന്ദിയുള്ളവനല്ല. കാര്യം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ്. നമ്മുടെ അപ്പൻ അല്ലെങ്കിൽ നമ്മുടെ പിതാവായ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വലിയ പ്ലാനും പദ്ധതിയും ചെറിയ പ്ലാനുകളല്ല. അത് ഈ ദിവസങ്ങൾ ദൈവമക്കളെ നാം അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. വെറുതെ സമയങ്ങൾ വെറുതെ വേസ്റ്റാക്കി ഇത്രയും നാൾ ഞാൻ എന്നെ ഉൾപ്പെടെയാണ് പറഞ്ഞത്, ഇത്രയും നാളും വെറുതെ സമയങ്ങൾ വേസ്റ്റാക്കി കളഞ്ഞു. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് സമയങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ സമയങ്ങളൊക്കെ വേർതിരിഞ്ഞിരുന്ന് ദൈവസന്നിധിയിൽ ഇരിക്കും കഴിയും. സമയമൊന്നും എങ്ങും പോയിട്ടില്ല, ഇനിയും സമയമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ സഭയിൽ കർത്താവ് അല്ലെങ്കിൽ വെറുതെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതല്ല, ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ഞാൻ എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾക്കെല്ലാം ഓരോ ടാലൻറ്റ് ദൈവം തന്നിട്ടുണ്ട്. നമ്മളത് സത്യം പറഞ്ഞാൽ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ചോദിക്കണം, കർത്താവേ നീ എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? നിൻ്റെ പ്ലാനും പദ്ധതി എൻ്റെ ദൈവമേ നീ എന്നെ അറിയിക്കണേ. ഹല്ലേലൂയ. കർത്താവേ നമ്മൾ സത്യം പറഞ്ഞാൽ ഇഹത്തിലെ ലോക സുഖങ്ങൾക്ക് വേണ്ടി അല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്ത്. നമുക്കൊരു അക്കരെ നാടുണ്ട്. ഹല്ലേലൂയ. ദൈവം അതിനു വേണ്ടിയാണ് ഹല്ലേലൂയ ഈ ക്രൂശിൽ ഹല്ലേലൂയ യാഗമായി തീർന്നത്. നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ. നമുക്ക് പറയാൻ എളുപ്പമാണ്, കർത്താവ് എന്തോ ചെയ്തു, പുൽക്കൂട്ടിലാണ് ജനിച്ചത്. നമുക്ക് പറയാൻ എളുപ്പമാണ്. അത് നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ പറയാൻ എളുപ്പമായിരിക്കാം. എന്നാൽ അന്ന് ആ മാതാവും പിതാവും അനുഭവിച്ച കഷ്ടത നമുക്ക് പറയുവാൻ പറ്റുമോ? എല്ലാവർക്കും പറയാം. ഇപ്പോൾ ക്രിസ്മസ് സമയത്ത് എല്ലാവരും എന്തോ പുൽക്കൂടുണ്ടാക്കി അല്ലെങ്കിൽ അതിലൊക്കെ യേശു കുഞ്ഞിനെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നാൽ അന്ന് ആ പിതാവും മാതാവും അനുഭവിച്ച കഷ്ടത അല്ലെങ്കിൽ നമുക്കൊന്ന് ഓർത്താലോ? അല്ലെങ്കിൽ എൻ്റെ കർത്താവ് അല്ലെങ്കിൽ ജനിച്ചപ്പോൾ തന്നെ അല്ലെങ്കിൽ നിന്നെ അനുഭവിച്ചിട്ട് ജനിച്ച വ്യക്തിയാണ്. എൻ്റെ അപ്പന് താമസിക്കാൻ പോലും ഒരു ഇടമില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പശുത്തൊഴുത്തിൽ താമസിക്കാൻ എളുപ്പമാണോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പറയാൻ എളുപ്പമാണ്, എന്നാൽ അതൊക്കെ ഇച്ചിരി വില കൊടുത്താൽ മാത്രമേ അതൊക്കെ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് അവിടെ കിടന്നപ്പോൾ ഹല്ലേലൂയ പശുത്തൊഴുത്തിലാണ് കിടന്നത്.
അവിടെ നാറ്റമില്ലേ? കച്ചിയാണ്. കച്ചിയിൽ എത്ര പുഴുക്കളുണ്ടെന്ന് നമുക്കറിയാവോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തത്താൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ജയം. അത്രയധികം ഹല്ലേലൂയ കഷ്ടതയിലൂടെയാണ് എൻ്റെ ദൈവം കടന്നു വന്നത്. എന്നാൽ പ്രിയ കർത്താവിനെ ഓർക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ, ഞങ്ങൾ എത്ര ബലഹീനരാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവം തൻ്റെ രക്തത്താലാണ് ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ വീണ്ടെടുത്തത്. ഹല്ലേലൂയ, സമയം ഒത്തിരി പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് അതിൽ നിന്ന് പറയാത്തത്. എന്നാൽ ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. അവസാന തുള്ളി രക്തം വരികയും എൻ്റെ കർത്താവ് എന്ത് ചെയ്തു? ക്രൂശിൽ ചൊരിഞ്ഞു. അതൊക്കെ നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. എന്നാൽ ഏറ്റവും അവസാനമായപ്പോൾ ഹല്ലേലൂയ ആ കുന്തം കൊണ്ട് കർത്താവിൻ്റെ ഹല്ലേലൂയ നെഞ്ചിലേക്ക് കുത്തി ഇറക്കിയപ്പോൾ പിന്നെ വരാൻ രക്തമില്ലായിരുന്നു, പിന്നെ വെള്ളം മാത്രമേ വന്നുള്ളൂ. ഇതൊക്കെ നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. എന്നാൽ ഇതിൻ്റെ ഹല്ലേലൂയ മധ്യത്തിൽ എൻ്റെ കർത്താവ് അനുഭവിച്ച കഷ്ടത, അല്ലെങ്കിൽ എൻ്റെ കർത്താവ് അനുഭവിച്ച വേദന, ഹല്ലേലൂയ നമ്മളൊന്ന് ചിന്തിച്ചേ. എൻ്റെ കർത്താവ് കരഞ്ഞ നിമിഷങ്ങൾ ഹല്ലേലൂയ ബൈബിളിൽ തന്നെ ഹല്ലേലൂയ രേഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് ക്രൂശിലായിരുന്നപ്പോഴും ദൈവത്തോട് പറഞ്ഞു, ഹല്ലേലൂയ, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണേ, എൻ്റെ എന്നെ അല്ലെങ്കിൽ എടുത്തുകൊള്ളണേ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് മാത്രമല്ല, ലാസറിൻ്റെ ഭവനത്തിൽ വെച്ച് കരയുന്ന ഒരു കർത്താവിനെ അല്ലെങ്കിൽ നമുക്ക് കാണുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ കർത്താവ് കരയുന്നുണ്ടോ? തീർച്ചയായും ഇഹലോകത്തിൽ തന്നെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരഞ്ഞൊരു വ്യക്തിയാണ്. ലാസർ മരിച്ചപ്പോൾ അല്ലെങ്കിൽ വാവിട്ട് കരഞ്ഞൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി കരയുന്ന ഒരു കർത്താവ് ഇന്നുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ നമ്മെ വെറുതെ വിട്ടേച്ചൊന്നും അല്ല പോയത്. ദൈവം ഹല്ലേലൂയ ദൈവം പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. കർത്താവ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഭവനം ഒരുക്കുവാൻ പോവുക. ഭവനം ഒരുക്കിയിട്ട് നിങ്ങളെ എന്ത് ചെയ്തു? ഞാൻ അവിടേക്ക് ചേർത്തുകൊള്ളും. എന്നാൽ നമ്മളെ അവിടെയും ദൈവം എന്ത് ചെയ്തു? വെറുതെ വിട്ടില്ല. കർത്താവ് പരിശുദ്ധാത്മാവെന്ന ദാനത്തെ നമ്മുടെ ഉള്ളിൽ തന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളിലെല്ലാം എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു. ഹല്ലേലൂയ. ഇഹലോകത്തിൽ ഹല്ലേലൂയ നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും നമുക്ക് പറയുവാൻ കഴിയും. കാരണം പരിശുദ്ധാത്മാവില്ലാതെ നമുക്കൊരിക്കലും ഈ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ഇരിക്കുവാനോ നിൽക്കുവാനോ ഒന്നും കഴിയത്തില്ല. ദൈവമക്കളെ, നമ്മളെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ, നമ്മൾ തെറ്റ് ചെയ്യത്തില്ലെന്നല്ല പറയുന്നത്, തെറ്റുകൾ ചെയ്യുമ്പോൾ പക്ഷപാതം ചെയ്യുന്നൊരു കർത്താവുണ്ട്. ഇവിടെ വെച്ച് കരഞ്ഞ കർത്താവ് അവിടെയും കരയും. പിതാവിനോട് അപേക്ഷിക്കുകയാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണേ, ഇവർ നല്ല മക്കളായി തീരുവാൻ, അല്ലെങ്കിൽ ഇവരെ പണിതെടുക്കണമെന്നാണ് എൻ്റെ കർത്താവ് അവിടെ അപേക്ഷിക്കുന്നത്. ദൈവമക്കളെ, അപ്പോൾ നാം ഈ ദിവസങ്ങളിൽ എന്താ ചെയ്യുന്നത്? നാം അതിനുവേണ്ടി ഒരുക്കപ്പെടണം. നാം അതിനുവേണ്ടി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കാതെ ഒരിക്കലും ദൈവത്തിന് നമ്മളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കഴിയില്ല. അത് ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായി നമ്മളോട് സംസാരിക്കുന്നു. നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നേ മതിയാവും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദയവ് ചെയ്ത് ഞാൻ എന്നെ ഉൾപ്പെടെയാണ് പറഞ്ഞത്, ഇപ്പോഴാണ് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ദൈവവചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ നമ്മൾ ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ ഹല്ലേലൂയ ഇരുന്നാൽ എൻ്റെ കർത്താവായ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ ചെറിയ വേദനകൾ, ചെറിയ പ്രയാസങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ഓർക്കണം. നമ്മെ തളർത്തുവാനൊന്നുമല്ല, നമ്മെ പണിയുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഒരുപാട് ആഗ്രഹിക്കുന്നു. നമ്മുടെ മിനിസ്ട്രി എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വലിയ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. നമ്മൾ ഇവിടം കൊണ്ട് ഒതുങ്ങുവാനല്ല സ്വർഗം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ 3 കുടുംബത്തെയും സ്വർഗം അനുഗ്രഹിക്കുവാൻ ശക്തനാ. നാളെയുടെ നാളുകളിൽ എൻ്റെ അപ്പൻ്റെ 2ാമത്തെ വരവ് താമസിച്ചാൽ ഹല്ലേലൂയ എല്ലാവരും, ജോണി ബ്രദർ കുടുംബം, ജിവിൻ ബ്രദർ കുടുംബം, ഞാൻ കുടുംബം, ദൈവത്തിൻ്റെ വേലയുമായി ഹല്ലേലൂയ അനേക സ്റ്റേജുകളിൽ പോയി ദൈവവചനം സംസാരിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായൊരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ അതിനുവേണ്ടി ഒരുക്കും. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നാൽ, നമ്മൾ ആരെന്നുള്ള സത്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായി. നാം ദൈവത്തിൻ്റെ പൈതലാണ്. നമ്മൾ ഈ ലോകത്തിന് അനുരൂപമായി ജീവിപ്പാൻ വേണ്ടി അല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ലോകത്തിന് അനുരൂപമായി ജീവിക്കത്തില്ലെന്നല്ല, എന്നാലും വേണ്ട കാര്യങ്ങളെ അറിയിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയും, മകനെ നീ ചെയ്യുന്നത് ശരിയാണെങ്കിൽ ശരിയെന്ന് തന്നെ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് ക്രിയ ചെയ്യുവാൻ ഇടയാകും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ഹല്ലേലൂയ നമ്മൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, ദൈവമേ എൻ്റെ ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഹിതം
അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണേ കർത്താവെ. ഈ ലോകത്തിന് അല്ലെങ്കിൽ ജീവിക്കുവാൻ വേണ്ടി അല്ല ദൈവം ഞങ്ങളെ തിരഞ്ഞെടുക്കും. ഒരു രാജ്യമുണ്ട് കർത്താവെ. ആ രാജ്യത്തിലേക്ക് ഞങ്ങൾ മാത്രമല്ല കർത്താവ്, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടതായ എല്ലാവരും അതിൽ കാണപ്പെടുവാനിടയാണ്. നമ്മൾ മാത്രമല്ല സ്വർഗത്തിൽ പോകാൻ ഇടയാകേണ്ടത്, എല്ലാവരും അതിൽ കാണണം. ദൈവമക്കളെ, ഇതൊക്കെ ചിന്തിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച വിധം, ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ ദൈവം വിതച്ചിട്ടുണ്ട്. ആ വിതച്ച വിത്ത് ഒരിക്കലും നഷ്ടമായി തീരത്തില്ല. ദൈവം അത് മുളപ്പിക്കും, അത് വളരുമാറാക്കുന്ന ദൈവമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ചില സമയത്ത് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അതിനുള്ള വിത്തും വളവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. ദൈവമക്കളെ, അതാണ് സ്വർഗം നമ്മളെ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് തരാമെന്നാണ് നമ്മുടെ കർത്താവായ ദൈവം പറഞ്ഞിരിക്കുന്നത്. മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പാൻ പോയാൽ മതി. നമ്മുടെ കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ വിഷയം, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ രണ്ടാമതൊന്നാക്കി നോക്ക്. നമ്മുടെ കാര്യങ്ങൾ കൂടുതലായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കാക്കകളെ നോക്കി വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നില്ല, എന്നാൽ അതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമോ? നമ്മുടെ അപ്പൻ അറിയാം നമ്മുടെ ഏത് ആവശ്യവും നമ്മളെക്കാൾ ഉപരി നമ്മുടെ അപ്പൻ അറിയാം. മക്കളുടെ ആവശ്യം നിറവേറ്റി തരുവാനാണ് നല്ലൊരപ്പൻ സ്വർഗത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടേണ്ട. ഈ ദിവസങ്ങളിൽ ഈ ദേശത്തിന് വേണ്ടിയും ഈ സഭയ്ക്ക് വേണ്ടിയും ഹല്ലേലൂയ അനേകർ കർത്താവിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയാൽ മതി. നമ്മുടെ കാര്യത്തെക്കാൾ ഉപരി ദൈവസഭയ്ക്ക് വേണ്ടിയും ദൈവ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ കാര്യം അത് തക്ക സമയത്ത് നമ്മൾ പോലും അറിയാതെ ദൈവം അത് ഉയർത്തുവാൻ ദൈവം ശക്തനാണ്. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.